ബി.ജെ.പിക്കാർ വിഡ്ഢികളാണ്, അതും പമ്പര വിഡ്ഢികൾ. ഒരു മുസ്ലിം പേരുള്ള ഒരു വ്യക്തി ബി.ജെ.പിയിലേക്ക് വരികയാണെങ്കിൽ അവന് ഷാളിടാനും ഷൈഖാൻഡ് കൊടുക്കാനും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനും അവന് ബി.ജെ.പിയിൽ സ്ഥാനമാനങ്ങളും ഉണ്ടാവും. അവൻ്റെ പേരെങ്ങാനും മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവനെ അവർക്ക് വേണ്ട, അവൻ പുറത്ത്. ഇതൊന്നും പറയുന്നത് ഞാനല്ലട്ടോ, ഇദ്ദേഹമാണ് രാമസിംഹൻ. എന്തായാലും ആ പറയുന്ന വീഡിയോ നമുക്ക് ഒന്ന് കേട്ടു നോക്കാം. നമസ്കാരം. കേരളത്തിലെ ബി.ജെ.പിയിൽ കാലെടുത്തു വെച്ചാൽ അന്ന് മുതൽ ഗതികേടാണെന്ന് പറഞ്ഞ് പല ആളുകളൊക്കെയാണ് ബി.ജെ.പി വിട്ടുപോകുന്നത്. നമ്മൾ മുന്നിരിക്കുന്നത് അലി അക്ബർ എന്ന രാമസിംഹം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. ദേവൻ വിട്ടു. ആദ്യം വിട്ടത് ഞാനാണ്. അവര് പ്രതീക്ഷിക്കുന്നത് നാളെ ഈ മുസ്ലിംസ് മുഴുവൻ അവർക്ക് വോട്ട് ചെയ്തിട്ട് അവർ ജയിക്കുന്നത്. അത് വിഡ്ഢിത്തരമായ ഒരു തിങ്കിങ് അല്ലേ? അത് വിഡ്ഢികൾ അങ്ങനെ എത്തിക്കുള്ളൂ. ബി.ജെ.പിയിലെ ആളുകളൊക്കെ കുറെ വിഡ്ഢികളുണ്ടെന്ന് പറയോ? ഞാൻ അങ്ങനെ തന്നെ പറയും. വിഡ്ഢികളാണ്, പമ്പര വിഡ്ഢികൾ. പമ്പര വിഡ്ഢികളായതുകൊണ്ടാണ് ഇങ്ങനെ ഓടുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ആ വരുന്ന ആൾക്ക് അതോടുകൂടി അയാളുടെ ഉള്ള ജീവനും കൂടി പോയി എന്നുള്ളൊരു അവസ്ഥയിലാണ്. പിന്നെ അദ്ദേഹത്തിന് ആർക്കും വേണ്ട. വരുമ്പോ ആദ്യത്തെ ദിവസം ഷാലിടാനും ഷെയ്ക്കാൻഡ് കൊടുക്കാനും ചിരിച്ചിങ്ങനെ ഫോട്ടോ എടുക്കാനും എല്ലാവരും ഉണ്ടാവും. പിന്നെ ആരും ഉണ്ടാവും. ഞാനിപ്പം ഈ ബി.ജെ.പിയിലേക്ക് വരുന്നതിന് മുന്നേ എനിക്ക് എല്ലാ സെറ്റപ്പ് ഉണ്ട്, ഇവിടെ സ്റ്റുഡിയോ ഉണ്ട്, എല്ലാ കാര്യങ്ങളും. ഞാൻ ഒരു വർഷം ചുരുങ്ങിയത് 10 ലക്ഷം മുതൽ 15 ലക്ഷം രൂപയുടെ ജോലി ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ ബി.ജെ.പിയിലേക്ക് ചെയ്യുന്ന അന്ന് മുതൽ ഇന്ന് വരെ എന്റെ എല്ലാ എക്യുപ്മെന്റ്സും തുരുമ്പെടുത്ത് പോവുകയാണ്. 10 രൂപയുടെ പണി ഞാൻ ചെയ്തിട്ടില്ല. എന്താ കോംപ്ലക്സ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ദേവൻ ഒരു സ്റ്റേജിലേക്ക് വന്നാൽ കിട്ടുന്ന ക്ലാപ്പ് ചിലപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ വന്നാൽ കിട്ടില്ല. അപ്പൊ ദേവനെ മാറ്റി നിർത്തുന്നല്ലേ നല്ലത്. ഇപ്പോ അബ്ദുള്ളക്കുട്ടി ഉണ്ട്. അബ്ദുള്ളക്കുട്ടിക്ക് കിട്ടുന്ന ഒരു സ്റ്റാൻഡ്, അല്ലെങ്കിൽ അലി അക്ബറിന് കിട്ടിയ ഒരു സ്റ്റാൻഡ് ഇന്ന് രാമസിംഹന് കിട്ടുന്നുണ്ടോ? അതെ, രാമസിംഹൻ ആയിക്കഴിഞ്ഞാൽ ഹിന്ദു ആയില്ലേ? അപ്പൊ അതിന് പ്രാധാന്യമില്ല. ഇല്ല, അത് മുസ്ലിംസിനാണ് എപ്പോഴും പ്രാധാന്യം. എന്തുകൊണ്ടാ കേരള ബി.ജെ.പിയിലേക്ക് വന്നതിൽ? കേരള ബി.ജെ.പിയിൽ വന്നതിൽ വളരെ ദുഃഖമുണ്ട്. ഞാൻ ഇവിടുന്ന് സ്റ്റേറ്റ് മാറിയിട്ട് വല്ലതും പ്രവർത്തിക്കാൻ പറ്റും. വോട്ടർ പട്ടികയിൽ വോട്ടുണ്ടോ എന്ന് നോക്കാതെ സ്ഥാനാർത്ഥി നിശ്ചയിച്ചത് ബി.ജെ.പി മാത്രമല്ല. പണം തട്ടിപ്പുമായിട്ടാണ് പി.സി. ജോർജ് വന്നേകളെ. പണം തട്ടിച്ചു. പണം പി.സി. ജോർജ് മാത്രമല്ലോ, അതിന്റെ മുന്നേ നമുക്ക് സുരേന്ദ്രന്റെ എതിരെ ഒരു വന്നല്ലേ, കൊടകര കേസ് വന്നില്ലേ. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല. അത് കുറച്ച് കൂടുതലായിട്ട് ബി.ജെ.പിക്ക് വന്നു എന്ന് എങ്ങനെ വന്നു ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അങ്ങനെ ഭരണത്തിലിരിക്കുന്ന കള്ളപ്പണത്തിനെതിരെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന, ഏറ്റവും കൂടുതൽ കള്ളപ്പണം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് സാധാരണഗതിയിൽ വരുന്ന മണ്ഡലങ്ങളിലേക്കുള്ളത് മണ്ഡലങ്ങളിലേക്ക് കൊടുക്കും. ഈ ക്ലാസ് തിരിച്ചപ്പം ഹൈ ക്ലാസ് ആയപ്പം ഈ ലോ ക്ലാസ്സിലുള്ളതൊക്കെ കട്ട് ചെയ്തിട്ട് ഹൈ ക്ലാസ്സിലേക്ക് മണ്ടന്മാരെ എന്ന് വിളിക്കാൻ പറ്റുമോ? കുറച്ച് ഞാൻ കുറച്ച് പറഞ്ഞ വിഡ്ഢികൾ എന്നുള്ള ആ വാക്ക്. വിഡ്ഢികളായതുകൊണ്ടാണ് അവരുടെ കൂടെ ആൾക്കാർ നിൽക്കാതെ പോരുന്നത്.